ഞാൻ ഏതെങ്കിലും പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു കടികെട്ടി മരണപ്പെട്ടാൽ ഇന്ന ആളാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കാരണങ്ങളായിട്ട് ഇനി എനിക്കൊരു അപകടം ഉണ്ടാവണം, ഇന്ന ഓഫീസറും ഇന്ന ആൾക്കാരാണെന്ന് വ്യക്തമാണ്. ഞാൻ ആദ്യമായിട്ട് സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പരാതിയായിട്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ ഞാൻ ഇങ്ങനെ ഇന്ന സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പാമ്പിന്റെ കടിയേറ്റ് ജീവൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് പോയി. എപ്പോഴെങ്കിലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ആലോചിക്കും. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ പാമ്പേടിയുടെ എണ്ണം കൂടുന്നു, പാമ്പേടി മരണം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സൂപ്രണ്ട് വിളിക്കും. അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് എടുത്തുന്നുണ്ടോ? ഞാനിവിടെ പാമ്പിനെ ശരിയാണ്, എൻ്റെ വീട്ടിലുള്ളവരെ നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പം ഞാൻ എന്തിനു വേണ്ടി എൻ്റെ പറയണം? ആളുകളെ വായിരിക്കണം, കേൾക്കണം. ചേട്ടാ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് ഇന്ന ആളിൻ്റെ നേതൃത്വത്തിലാണ്. എന്തിനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നറിയാം? ചേട്ടൻ്റെ ഫോട്ടോയോ വാർത്തയോ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കയറി ചേട്ടനെ നാറ്റിക്കാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്രൂപ്പിലുണ്ടാകുന്ന സംവിധാനത്തിൽ ചേട്ടാ ഇങ്ങനെയാണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് അവിടെ നടക്കുന്നത്, വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചാണ് ഈ സംരംഭം ഇവിടെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവാക്കിൽ പാമ്പ് ഉൾപ്പെടെയുള്ള മാൻ ഉൾപ്പെടെയുള്ള മുള്ളൻ ഉൾപ്പെടെയുള്ള രാജവെമ്പാല ഉൾപ്പെടെയുള്ള ദേശീയ പക്ഷിയായ മയിൽ ഉൾപ്പെടെയുള്ള ജീവികൾ മരണപ്പെട്ട് സെപ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്ത് കിടക്കുന്ന സ്കെൽട്ടൻസ് കിടക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഫ്രീ ആയിട്ട് പിടിക്കണം. ഫ്രീ ആയിട്ട് സേവനം ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഫ്രീ ആയിട്ടെന്ന് പറയുന്നവനോട് ഞാൻ പറയുകയാണ്, നീയൊക്കെ ആദ്യം നിൻ്റെയൊക്കെ ജോലി രാജി വെച്ചിട്ട് നീയൊക്കെ ഫ്രീ ആയിട്ട് പിടിച്ച് കാണില്ല, എന്നിട്ട് വേണം ഇഷ്ടം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരളത്തിൽ ഞാനറിയാം. ഇപ്പം നിങ്ങളൊരു മീഡിയയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങളെ താഴെ നിന്ന് വലിക്കാൻ ആളുണ്ടാവും. നിങ്ങളറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് മാന്തി നിങ്ങളെ തള്ളിയിടാൻ ശ്രമിക്കും. അത് എല്ലാ മേഖലയിലും ഉണ്ടെന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എനിക്ക് ഞാൻ വരുമാനമുള്ളൊരു വീട്ടിൽ ജനിച്ച ഒരാളല്ല. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരാണ്, അമ്മ കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾ 4 മക്കളാണ്, 2 ചേട്ടന്മാരും ഞാനും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അച്ഛനിപ്പോൾ ക്യാൻസർ ഒന്ന് മരണപ്പെട്ടു. അനിയത്തി ഇപ്പോൾ 2 കിഡ്നിയും വൃക്കകൾ തകരാറായി ട്രീറ്റ്മെൻറ്റിലാണ്. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഞാൻ ഇവന്മാരുടെ ടോർച്ചറിങ് സഹിച്ച് ഞാനിങ്ങനെ യാത്ര ചെയ്യും. ഇത്രയും ടെൻഷനിടയിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, വളരെ മോശമായിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനാണ് ആയിരിക്കും. കാരണം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ പാമ്പേടിയുടെ എണ്ണം കൂടുന്നു, പാമ്പേടി മരണം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സൂപ്രണ്ട് വിളിക്കും. ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് എടുത്തു എന്നുള്ളത്. ഞാനിവിടെ പാമ്പിനെ കാണിച്ചു എന്നുള്ളത് എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്ററിൻ്റെ സമൻസ് അയച്ച് വാറണ്ടാക്കി എന്നുള്ളതാണ് വനം വകുപ്പ്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമില്ല, ഈ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. ഇതിവിടെ ഒന്നുകിൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്താ പറയുക, ഒരു രാഷ്ട്രീയ അതിപ്രസരം ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാടില്ല പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മീഡിയ കൂടി പറയാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മോശം സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ എതിർക്കാനുണ്ടായിട്ട് എപ്പോഴെങ്കിലും, അതായത് പാമ്പിന്റെ കടിയേറ്റ് ജീവൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് പോയി. എപ്പോഴെങ്കിലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ആലോചിക്കും. കാരണം വേറെ ഒന്നല്ല, എൻ്റെ അച്ഛന് ക്യാൻസറായിട്ട് കിടന്ന സമയത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആണ് അച്ഛനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അച്ഛനെ നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഞാൻ നാട്ടിലുള്ള പയ്യൻ എൻ്റെ സുഹൃത്തുക്കളുടെ അച്ഛനെയൊക്കെ പോയി കെട്ടിപ്പിടിക്കുകയും കാലത്തൊട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ കിടന്നപ്പോൾ എനിക്ക് നിന്ന് നോക്കാനുള്ള സമയം ഞാൻ സേവനം ആളിനെ വെച്ചാണ് നോക്കി. ഡെയിലി 1300 ശമ്പളം കൊടുത്താണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ഇപ്പോൾ കിഡ്നി പ്രോബ്ലം ആയിട്ടും ഹാർട്ടിന് പമ്പിങ് കുറവാണ്, അങ്ങനെ കുറേ അസുഖങ്ങളായിട്ട് അനിയത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് അനിയത്തി നോക്കിയത്. കൂട്ടിരിക്കാൻ ഒരു സഹോദരങ്ങൾ വന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത്. അപ്പം ഞാൻ അപ്പോഴും ആലോചിച്ചു. അപ്പോഴും എനിക്ക് പാമ്പിനെ പിടിക്കാനും അതിഥി നമ്മുടെ അനിയത്തി ഞാൻ ഒറ്റയ്ക്കവിടെ അഡ്മിറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഓടിപ്പോയത്. കഴിഞ്ഞ പ്രാവശ്യം കിടന്ന സമയത്ത് ഞാൻ സേവനം ആളിനെ വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തന്നെ മെനക്കെട്ട് നിന്ന് നോക്കി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്, എൻ്റെ വീട്ടിലുള്ളവരെ നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പം ഞാൻ എന്തിനു വേണ്ടി എൻ്റെ പറയണം? ആളുകളെ വായിരിക്കണം, കേൾക്കണം. എന്നാൽ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്ന ആ വീട്ടിലുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല. ഇത് അസൂയം കുശുമ്പോ എന്ന് പറയുന്ന കുറേ സാധനങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരിത് പറയുമ്പോൾ എനിക്ക് എനിക്ക് കടിയിട്ടിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഞാൻ പറയാൻ പാടില്ല, മരണപ്പെട്ട ആളിനെ കുറിച്ച് മോശം പറയാമല്ലോ, എന്നാലും പറയുകയാണ്. ഈ വളരെ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ കിള്ളിപ്പാലം, കരമന കിള്ളിപ്പാലം എന്നുള്ള സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഷിബു എന്നുള്ള ചെറുപ്പക്കാരൻ പൊന്മുടി കാട്ടിനകത്ത് വെച്ച് പാമ്പ് കടിയേറ്റു മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു. കിള്ളിപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ എന്തിന് പൊന്മുടി കാട്ടി പോയി, പൊന്മുടി കാട്ടിച്ച് അങ്ങനെ പാമ്പ് കടിയേറ്റി. നല്ല ഇതെന്താ പറയുക, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ നല്ല ആൽക്കഹോളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എടുത്ത സമയത്ത് ഇദ്ദേഹം ഇവിടുന്ന് പോയ സമയത്തും നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കാട്ടിനകത്ത് പോയി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം സർക്കാർ വനംവകുപ്പിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടിയിലുണ്ടായിരുന്ന വണ്ടി ഓടിച്ചിരുന്ന ആൾ വരെ കഴിച്ചിരുന്നു. അന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പാമ്പിനെ നല്ല കഴിച്ചിരുന്ന ആൾ അവിടെ തുറന്നുവിട്ട് പാമ്പിനെ പിടിച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനാണ് കടി കിട്ടിയത്. ആ വീഡിയോ അവരെടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഈ അൻവർ എന്ന് പറയുന്ന ആളിൻ്റെ പ്രതികരണം ഞാൻ കണ്ടില്ല.
പക്ഷേ എനിക്ക് കടി കിട്ടിയ സമയത്ത് വളരെ മോശം ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ നമ്മുടെ ഇത് ചാനലിൽ കൂടെ ഒന്ന് പറയേണ്ട ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് ബൈജു കോട്ടപ്പാടം, പുള്ളി എൻ്റെ DP-യിൽ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടത്. DP-യിൽ ഞാനും പുള്ളിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ മൊബൈലിൽ ഇട്ടിരുന്നു. അപ്പോൾ പുള്ളിക്ക് ശബരിമല ഡ്യൂട്ടിക്ക് പോകണത്. അപ്പോഴാണ് ഈ അൻവർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം പോയി കാണുകയും ചെയ്തപ്പോൾ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് പുള്ളി നമ്പർ ചെയ്തപ്പോൾ എൻ്റെ DP ആണ്, എൻ്റെ ഫോട്ടോയാണ് DP-യിൽ കണ്ടത്. ഉടനെ പുള്ളി പറഞ്ഞാൽ വെച്ചാൽ ബൈജു എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഫോട്ടോ ഞാനോട്ട് നിൽക്കുന്ന ഫോട്ടോ അതിലിട്ടേക്കുന്നത്. അപ്പോഴാ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാനോട്ട് കണക്ഷനുള്ള ഇപ്പോൾ വെട്ടുകാട് തിരുവനന്തപുരത്ത് സജി വെട്ടുകാട് ആയിക്കോട്ടെ, മരിച്ച ബൈജു ആയിക്കോട്ടെ, തിരുവനന്തപുരത്തുള്ള എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഞാനോട്ട് നിൽക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഈ പാമ്പ് പിടുത്തത്തിൽ ഇവരെ അകറ്റുകയാണ്. ഈ അടുത്ത കാലത്തൊരു സംഭവം നടന്നു. നമ്മുടെ ചെറുപ്പക്കാരൻ, നമ്മുടെ പാമ്പിനെ പിടിക്കുന്ന ഒരു സുഹൃത്ത് എന്തോ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ സമയത്ത്, അല്ല എനിക്ക് വേണ്ടിയില്ല, പുള്ളി അവിടെ വിമർശിച്ചു എന്തോ ഒരു കാര്യത്തിന്. അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം നമ്മൾ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. അങ്ങനെ പുള്ളി അത് വിമർശിച്ചപ്പോൾ ഉടനെ അടുത്ത ചോദ്യം എന്താണെന്നറിയാം, നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുള്ള 11ൻ്റെ സപ്പോർട്ടല്ലേ എന്ന്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് ഉടനെ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഈ ട്രെയിനിങ് നേടിയ ആൾക്കാർ ഇതെല്ലാം ഇത് ഒന്നിലും എൻ്റെ സ്വന്തം ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ തൃശ്ശൂർ, എറണാകുളത്തൊക്കെ ഒരുപാട് പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് നേടിയ ആൾക്കാരെ ടോർച്ചർ ചെയ്ത് അവരെ ഒരു പരുവാക്കി. അതുകൊണ്ട് അവർ മാറി നിൽക്കണം 30-40 പേര്. അപ്പോൾ അതിൽ കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്തെന്നറിയാം, ചേട്ടാ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് ഇന്ന ആളിൻ്റെ നേതൃത്വത്തിലാണ്. എന്തിനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നറിയാമോ? ചേട്ടൻ്റെ ഫോട്ടോയോ വാർത്തയോ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കയറി ചേട്ടനെ നാറ്റിക്കാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്രൂപ്പിലുണ്ടാകുന്ന സംവിധാനത്തിൽ ഈ പറയും ഇപ്പോൾ ഏത് നടക്കുന്നത്, ഇപ്പോൾ സർപ്പം എന്നൊരു ആപ്പിൽ നടക്കുന്നത് എന്താണ്, അവരിലെല്ലാം ഇവർ ക്ലാസ് എടുക്കാൻ പോകണം. എങ്ങനെയാണ്? എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ മോശപ്പെടുത്തിയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അവർക്ക് 90% സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് അവിടെ നടക്കുന്നത്, വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല എന്ന്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചാണ് ഈ സംരംഭം ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും പഴയ ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട്, പഴയ ഒരുപാട് ആൾക്കാരെ നായെപ്പോലാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് കൊടി പിടിക്കുന്ന, അവർക്ക് ചെങ്കടി പിടിക്കുന്ന, അവർക്ക് കുട പിടിക്കുന്ന, അവർ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവരെ മാത്രമാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതിലേക്ക് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവാക്കിൽ ഒരു മാസം എടുത്ത തീരാത്തത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എന്നെ ആരും മുക്കി കയറ്റിക്കളയുന്നില്ല, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല, പിടിച്ചു കുറിച്ചിട്ടില്ല, മോട്ടിച്ചിട്ടില്ല. യുവമാരെ പറയും പോലെ എന്താ പറയുക, പാവപ്പെട്ട ഒരു നിസ്സാര കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ പൊന്മുടിക്ക് അടുത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ വന്യമൃഗങ്ങളെ ഭക്ഷണമാക്കുന്ന ആൾക്കാർ പല സ്ഥലത്തും അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. പല സ്ഥലത്തും പിടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് ഉൾപ്പെടെയുള്ള, മാൻ ഉൾപ്പെടെയുള്ള, മുള്ളൻ ഉൾപ്പെടെയുള്ള, രാജവെമ്പാല ഉൾപ്പെടെയുള്ള, ദേശീയ പക്ഷിയായ മയിൽ ഉൾപ്പെടെയുള്ള ജീവികൾ മരണപ്പെട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിക്കകത്ത് കിടക്കുന്ന സ്കെൽട്ടൻസ് കിടക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ എന്താണ്, ഇതൊന്നും നമ്മുടെ മേഖലയല്ല, ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കാം. ഇതെല്ലാം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണോ കൃത്യമായിട്ട് ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഇപ്പോൾ എനിക്കെതിരെ നിൽക്കുന്നതിൽ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാടുണ്ട്. അവരും ഇപ്പം എൻ്റെ മിണ്ടുന്നില്ല പേടിച്ചിട്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ മറ്റേ നിത്യേനെ വിളിച്ചുകൊണ്ടിരുന്ന ഓഫീസർമാർ ഒരുപാടുണ്ട്. ഡെയിലി സുഖം തന്നെ, എവിടെയുണ്ട്, വരുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ലേ, കണ്ടിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി പേര്. അവരൊന്നും ഇപ്പം ഇവരെ പേടിച്ചിട്ട് എൻ്റെ അടുത്ത് എന്നെ വിളിക്കുന്ന പോലുമില്ല. ഞാൻ വിളിച്ചാൽ ഇവർ എടുക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ എന്താ പറയുക, ഇതൊരു എന്നെ മാത്രം മാനസികമായിട്ട് ദ്രോഹിക്കുക. ഈ ദ്രോഹിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ കയറി. ഞാൻ ഏതെങ്കിലും പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു കടികെട്ടി മരണപ്പെട്ടാൽ ഇന്ന ആളാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബുക്കിൽ. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാരണങ്ങളായിട്ട് ഇനി എനിക്കൊരു അപകടം ഉണ്ടാവണം, ഇന്ന ഓഫീസറും ഇന്ന ആൾക്കാരാണെന്ന് വ്യക്തം. ഞാൻ ആദ്യമായിട്ട് സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പരാതിയായിട്ട് പിന്നീട് ആരും കൊടുക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ ഞാൻ ഇന്ന സാധനം ഇന്നെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇന്നതുപോലെയാണ്, ഇന്നത് ആണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് അത്രയ്ക്ക് മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്നത് അത്രയ്ക്ക് മാനസികമായിട്ട് ദ്രോഹിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അവരെ ദ്രോഹിക്കാൻ കാരണം വാവാ സുരേഷ് എന്നുള്ള പേര്, ആരാധന കൊണ്ട് ഒരുപാട് മനുഷ്യർ പുറകെ വരുന്നത് കൊണ്ടാണോ? അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്, എന്ത് ലാഭമുള്ളത് ഇതിനകത്ത്? എനിക്ക് അണ്ണത്തിന് ചോദിക്കുന്നത്, ഇതിനകത്ത് എന്താ ലാഭമുള്ളത്? ഒരു പാമ്പിനെ പിടിക്കാൻ പോയാൽ എന്താ കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. എന്താ കിട്ടുന്നത്? എന്നാൽ ഇന്ന് ഇവർ ട്രെയിനിങ് കൊടുത്ത് വിട്ട ആൾക്കാർ ഇന്ന് 2000-3000 ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, വഴക്കുണ്ടാക്കി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും കുഴപ്പമില്ലെന്ന്. പക്ഷെ യഥാർത്ഥം പറഞ്ഞാൽ പാമ്പ് പിടിക്കാൻ പോകുമ്പോൾ പൈസ വാങ്ങണം. ഞാനല്ല, ഇനിയുള്ള തലമുറയോട് ഞാൻ പറയാം. എൻ്റെ ഇത് കൂലിപ്പണി, പെയിൻറ്റ് പണിക്കാർ, മേശിരി പണിക്കാർ, ആശാരി മേശിരി പണിക്കാരൊക്കെയാണ്, ഓട്ടോ ഡ്രൈവർ, ഇവരൊക്കെയാണ് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ഒരു പാമ്പിനെ പിടിക്കാൻ ഈ പാറക്കെണ്ണാത്തൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഇതിനെ പൊളിച്ചെടുക്കുമ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂർ സമയം എടുക്കും. ആ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറിന് അന്ന് അവന് ഓടാൻ പറ്റില്ല, അന്ന് മേശിരി പണിക്കാൻ അന്ന് പണിക്കുവാൻ പറ്റില്ല, അല്ല ആശാരി പണിക്കാൻ അവന് പണിക്കുവാൻ പറ്റില്ല.
ഇവൻ്റെ ഭാര്യയും മക്കൾക്കും വീട്ടിൽ ഭക്ഷണത്തിന് ഇവന്മാരുണ്ട് കൊടുക്കുമോ വീട്ടിൽ നിന്ന്? ഇല്ല. അപ്പോൾ അവന് വരുമാനം വേണ്ടേ? നിസ്സാരം. സപ്പോസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെങ്ങാനും ഒരു ചേര ഒരാളിനെ കടിച്ച് പേടിച്ചു പോയി. അവർ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, ഹെൽത്ത് കാർഡൊന്നുമില്ല. എന്ത് ചെയ്യും? അവർ ഉടനെ ഒരു 50 ഉടനെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യും. ഉടനെ ഒരു 50 ടെസ്റ്റ് എടുക്കും. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഒരു 25,000-30,000 രൂപ. ഇത് ഒരു ചേര, ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാളെന്ന് ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നതിൽ 1000 രൂപ കൊടുക്കുന്നുണ്ട്. എന്താണ് നഷ്ടമായിരിക്കുന്നത്? ബാക്കി 24,000 രൂപ ലാഭമല്ലേ? അതെ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഇത് ഇവർ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പിടിക്കണം. ഫ്രീ ആയിട്ട് സേവനം ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഫ്രീ ആയിട്ടെന്ന് പറയുന്നവനോട് ഞാൻ പറയുകയാണ്, നീയൊക്കെ ആദ്യം നിൻ്റെയൊക്കെ ജോലി രാജി വെച്ചിട്ട് നീയൊക്കെ ഫ്രീ ആയിട്ട് പിടിച്ച് കാണില്ല. എന്നിട്ട് വേണം നീയൊക്കെ എന്താ പറയുക മറ്റുള്ള പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ്റെ മേക്കിട്ട് കയറാനെന്നാണ് എനിക്ക് ഉമ്മരോട് പറയാനുള്ളത്. മനസ്സിലായില്ലേ?